അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ 8:30 എന്ന് പറയുമ്പോൾ തീർച്ചയായും ആൾ സഞ്ചാരമുള്ള സമയമാണ്. അത്തരത്തിലൊരു സമയത്താണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടായതും എൽദോസ് എന്നൊരു വ്യക്തി മരണപ്പെടുന്നതും. ഇപ്പോൾ നാട്ടുകാർ സംഭവസ്ഥലത്ത് പ്രതിഷേധം തുടരുന്നു. മൃതദേഹം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മൃതദേഹം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ അത് സാധിക്കുന്നില്ലെന്നാണ് അർച്ചന പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അർച്ചന, തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടയുന്ന സമീപമായിരുന്നു സമീപവാസികൾ സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് ഇത്തരത്തിൽ മൃതദേഹം മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അവർ കാര്യങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. അതായത് ഉടൻ തന്നെ ഇത്തരത്തിലൊരു കാട്ടാനയെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു വേലി കെട്ടണമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് അവര് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ മൃതദേഹം മാറ്റാനുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് എന്തായാലും ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത്. ഇന്ന് ഏകദേശം 8 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന ആൾ രക്ഷപ്പെടുകയും ചെയ്തു. സമീപ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കാട്ടാന രൂക്ഷമായി സ്ഥലത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരാൾ മരണപ്പെടുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഥലത്തെ ആളുകൾ, അതായത് 30ഓളം വീടുകളുണ്ട്, അവിടുത്തെ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാശ്ശേരിയിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്, അവിടെയാണ് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് കാട്ടാന ശല്യം എന്നാണ് നാട്ടുകാർ പറയുന്നത്. കൃഷി നശിപ്പിക്കുന്നു, വീടുകൾക്ക് തകരാറ് സംഭവിക്കുന്നു. അത്തരത്തിൽ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന സാഹചര്യത്തിലേക്ക് ഈ കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. സമീപ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കാട്ടാന ശല്യം ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ രൂക്ഷമായിരുന്നു. വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവരിപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കിടന്നുറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം, അത്തരത്തിൽ കാട്ടാനകളെ പേടിച്ച് ഭയന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് ഇത് സംബന്ധിച്ച് സമീപവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കൃത്യമായ പരിഹാരം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കൃത്യമായി വേലി കെട്ടി കാട്ടാന ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രി ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്. അതിനിടെയാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാകുന്നത്. നേരത്തെ ഒരു പെൺകുട്ടിയും ഇത്തരത്തിൽ കോതമംഗലത്ത് ഈ സ്ഥലങ്ങളിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നത്. കോതമംഗലത്ത് ഒരു പെൺകുട്ടി ഇതേ രീതിയിൽ കാട്ടാനശല്യം മൂലം കാട്ടാനാക്രമണത്തിൽ മരിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു കാട്ടാനാക്രമണത്തിൽ ഒരു മരണം കൂടി ഉണ്ടാകുന്നത്. എന്തായാലും നാട്ടുകാർ വലിയ രീതിയിൽ ഈ സ്ഥലത്ത് പ്രതിഷേധിക്കുകയാണ്. നിരവധിയായ ആളുകൾ സമീപത്തു നിന്നെല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ മൃതദേഹം മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആംബുലൻസ് എത്തി അതിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. എന്തായാലും 40 വയസ്സുകാരനായ എൽദോസ് ആണ് കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്താണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടായതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വീട്ടിലേക്ക് എത്താൻ അധികം ദൂരമില്ലായിരുന്നു. അതിനിടെയാണ് കാട്ടാന വരികയും ആക്രമിക്കുകയും ചെയ്തത്. ഭിന്നമായ രീതിയിലായിരുന്നു ഇത്തരം മൃതദേഹം റോഡരികിൽ കിടന്നത്. തുടർന്ന് നാട്ടുകാരാണ് വിവരം അറിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ തലനാരിയെ കഴിച്ച് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പല തവണ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സമീപത്തെല്ലാം തന്നെ ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങാറുണ്ടെന്നും അവർ പറയുന്നു. അത്തരത്തിൽ ഭീതിജനകമായ ഈ സാഹചര്യത്തിൽ പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അത് ഉടൻ തന്നെ ഇപ്പോൾ വനംവകുപ്പ് മന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകും. എന്തായാലും ഇപ്പോൾ സ്ഥലത്ത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിയതെന്നാണ് നാട്ടുകാർ ഇത് സംബന്ധിച്ച് പ്രധാനമായും ആരോപിക്കുന്നത്. അത്തരത്തിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇവിടെ ക്രമീകരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നൊരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. എന്തായാലും ഉടനടി ഇതിന് പരിഹാരം കാണുമെന്ന് മന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട്.